അപ്പോൾ നോക്കിക്കേ, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇന്ന് എന്തായിരിക്കും വീഡിയോയുടെ കണ്ടൻറ്റെന്ന്. അപ്പോൾ അമ്മയുടെ പച്ചക്കറി കൃഷിയിൽ ഇന്ന് നല്ല രീതിയിൽ അത്യാവശ്യം വിളവ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് ഒക്കെ ഒന്ന് പറിച്ചെടുക്കുന്ന വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ്ട് വഴുതനങ്ങയൊക്കെ അതാ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വഴുതനയാണ് കൃഷിയിൽ മെയിനായിട്ടുള്ള ഇനം. കാര്യം ഒത്തിരി ഉണ്ട് വഴുതന. അത് പല വെറൈറ്റി കളറുകളിൽ ഉള്ളതും പല ഷേപ്പുകളിലുള്ളതുമാണുള്ളത്. അപ്പോഴത്തേനും അതാണ്ട് പച്ചമുളക് നല്ല ഗ്രീൻ കളറിലെ നല്ല എരിയുള്ള ഒരു പച്ചമുളക് ഇത് കേട്ടോ. നല്ല ഒത്തിരിയും പിടിക്കും കേട്ടോ. അപ്പം അതും കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. ഇത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും അങ്ങനെ സഹായിച്ചു കൊടുക്കാറില്ല. എല്ലാം അമ്മ തന്നെയാണ് ഇത് നടുന്നതും അതിന് വളം ചെയ്യുന്നതും. ഇപ്പോൾ കീടമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ തന്നെ ചെറിയ വെളുത്തുള്ളി പ്രയോഗം അങ്ങനെയുള്ള ജൈവ പ്രയോഗങ്ങളിലൂടെ തന്നെ അത് മറികടന്ന് പോകാറുണ്ട്. പിന്നെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ തവണ ചീനി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചീനി നട്ടത് കുറേ തുരപ്പം കൊണ്ടുപോയി. അതിന് മാത്രമേ ഉള്ളൊരു നിരാശ ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിട്ട് നിൽപ്പുണ്ട്, നല്ല ഫലവും തരുന്നുണ്ട്. ഇതൊരു തരം വെണ്ടയാട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരം വെണ്ടയാണ്. ഇദ്ദേഹവും അങ്ങും ഇങ്ങുമൊക്കെ നല്ല കണക്ക് കായൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മ ഒരു വിളവ് തന്നെയല്ല, എല്ലാം ഒന്ന് ഇടകലർത്തിയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി ആയാലും ചേമ്പായാലും വഴുതനയായാലും പച്ചമുളകാണെങ്കിലും എല്ലാം ഇടകലർത്തിയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യവും പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് വളർന്നോളൂ. അപ്പോൾ അതാ ഇത് പാവൽ, വള്ളിപ്പടപ്പനായിട്ട് കോവലും പാവലുമാണ് മെയിനായിട്ട്. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് അല്ലാണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് പാവയ്ക്ക നല്ല കയ്പുള്ള ഇനമാണ് കേട്ടോ. വറുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ മീൻ മറക്കണമെന്നൊക്കെ വറുത്തെടുക്കും, അടിപൊളിയാണ്. അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് കിറ്റിട്ട് അവിടെ കെട്ടി നിർത്തി. അപ്പോൾ അത് ഇവനെ ലക്ഷ്യം വെച്ചിട്ടാണ് മെയിനായിട്ടും അമ്മ ഇന്ന് കളത്തിലിറങ്ങിയത്. ഇതൊരു തരം ചെറു ചേമ്പാണ് കേട്ടോ. ഇതിൻ്റെ വിത്ത് ഒരു ആൻറ്റി കൊടുത്തതാണ്. അപ്പം തന്നെ അത് കൊണ്ടുവന്ന് നട്ടു. പക്ഷെ ഒരു മൂടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്തുനിന്ന് അങ്ങും ഇങ്ങുമൊക്കെ പൊട്ടിക്കിളിച്ച് വേറെയും കുഞ്ഞു തൈകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്ന് ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇളക്കി എടുത്തപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ മെയിനായിട്ടും അമ്മ കരികളപ്പൊടിയും അത് കണക്ക് തന്നെ ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം ചോട്ടിലിട്ട് കൊടുക്കും കേട്ടോ. മെയിനായിട്ട് ചെയ്യുന്ന വളപ്രയോഗം അതാണ്. അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ 2-3 വെട്ടുചേമ്പും അല്ലാതെ പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ കാണിച്ച ചേമ്പിൽ നിന്ന് കിട്ടിയ ഒരു ഫലമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു വിളവ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ ആ കൃഷി. എന്ന് വെച്ചാൽ സ്വന്തം അധ്വാനത്തില്ലേ, ഈ ക്രെഡിറ്റ് ഫുൾ അമ്മയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഇത് ഇത്രയും കൂടെ നമ്മളെന്തായാലും ഉപയോഗിക്കാൻ പോകണില്ല, എല്ലാവർക്കും കൊടുക്കും കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ ഒരു സന്തോഷമല്ലേ, നമ്മളെ കൊണ്ടാവുന്ന രീതി അധ്വാനിച്ച് നല്ലൊരു ഫലം കിട്ടുമ്പോൾ. ഇതാ കണ്ട അമ്മ ചേമ്പൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചേമ്പ് ഒക്കെ പറിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അങ്ങനെ വൈകിട്ട് താണ്ട ഇതൊക്കെ പുഴുങ്ങി മുളകൊക്കെ ഇടിച്ച് ഞങ്ങൾ കഴിച്ചു. നമ്മളെ കൊണ്ടാവുന്ന ചെറിയ പ്രോത്സാഹനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സന്തോഷമല്ലേ.